ഹലോ ഗീസ്, ലിയാക്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൊണ്ടേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താ ടീച്ചറെ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാത്തത്? യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ, ഞങ്ങളുടെ ഒരു വീഡിയോസ് പോലും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാത്തിനും അവിടെ ഇവിടെയൊക്കെ അങ്ങൊക്കെ നിങ്ങളെ കാണുന്നില്ലേ? ഇല്ലല്ലോ, ഞങ്ങളുടേതായിട്ടൊരു വീഡിയോ എന്താ ഷെയർ ചെയ്യാത്തതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്തതാ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരായിട്ട് തന്നെ പറഞ്ഞു, ലെറ്റേഴ്സ് തന്നാൽ ഞങ്ങൾ പേര്, സ്ഥലം, അങ്ങനെ എന്താന്ന് വെച്ചാൽ ചോദിക്കുന്നതിന് ആൻസർ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതെടുത്തു. പിറ്റേന്ന് മുതൽ ചോദിച്ചു തുടങ്ങി കേട്ടോ, എന്താ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാത്തത്, എന്താ ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നിതാ ഷെയർ ചെയ്യാണ് കേട്ടോ. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി, ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം, കിട്ടുന്നത് വരെ ശ്രമിക്കും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും പിന്നെ അവർക്കെല്ലാം തിടുക്കമായി, ആരുടെ തലയിൽ ആര് പില്ലോ വെച്ച് അടിക്കും എന്നുള്ളതായിരുന്നു. പിന്നെ അതിനുള്ളൊരു അക്രമമായിരുന്നു കേട്ടോ, ആരുടെ തലയിൽ പില്ലോ വെച്ച് അടിക്കണമെന്നുള്ള. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞ് റെക്കോർഡ് ചെയ്തത് മൊത്തം കംപ്ലീറ്റ് ചളവാക്കി കളഞ്ഞ് എല്ലാവരോടും ചേർന്ന്. ഉടക്കി തുമ്പപ്പോയി കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ഇല്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്, ഇടയ്ക്കൊരു സ്കെട്ടിങ്. എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബഹളം തുടങ്ങി കേട്ടോ. ഞങ്ങളെ ട്രോളല്ലേ ടീച്ചറെ, ഞങ്ങളെ ട്രോളല്ലേ എന്നും പറഞ്ഞായിരുന്നു അടുത്തത്. பேருக்கு தகுந்த மாதிரி குழந்தை மனசு. தாய் தகப்பனுக்கும் ஒரே பையன். சாயந்தரம் 6 மணி ஆச்சுன்னா அங்க இங்க சுத்தாம ஒழுங்கா வீட்டுக்கு வந்து சேர்ந்துருவாரு. சிகரெட்டு தண்ணின்னு எந்த கெட்ட பழக்கமும் கிடையாது. காலையில தூங்கி எந்திரிச்ச உடனே அப்பா அம்மா காலில் விழுந்து ஆசீர்வாதம் வாங்கிட்டு தான் அவர் வேலைக்கே போவாரு. അങ്ങനെ കിട്ടേണ്ടവരെല്ലാം കിട്ടിയതെല്ലാം വാങ്ങിച്ച്, പറയേണ്ടവരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞതിന് ശേഷം അടുത്ത അവരുടെ ഊഴം അവരുടെ ടീച്ചേഴ്സ്മാർ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഫ്രണ്ട്ലി നേച്ചർ ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത് കേട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കുന്നത് അവർക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.